നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരദേശത്ത് കലയുടെ തിരമേളം ഉയർന്നു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ തുടക്കമായി. 100-ലധികം സ്കൂളുകളിൽ നിന്നായി കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് 6000-ഓളം പ്രതിഭകൾ. തത്സമയ കാഴ്ചകളും വിശേഷങ്ങളും ഒരുക്കി CCTVയുടെ കലോത്സവ സ്റ്റുഡിയോ. പഴഞ്ഞി മൂലേപ്പാട് പള്ളി പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായമരക്കാർ വീട്ടിൽ 44 വയസ്സുള്ള ഷെബീറിനാണ് പരിക്കേറ്റത്. സഹോദരന്റെ മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നായിരുന്നു സംഘട്ടനം. മരത്തങ്കോട് പള്ളി പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്നു വീണ തൊഴിലാളിക്ക് പരിക്ക്. ഗുഡ്സ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണത്തിനെത്തിയ അതിഥി തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയുടെ സമീപനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV വിജയരാജൻ. ഫാസിൽ രക്തസാക്ഷി വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തീരദേശത്ത് കലയുടെ തിരമേളം. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ തുടക്കമായി. 100-ലധികം സ്കൂളുകളിൽ നിന്നായി 6000-ഓളം വിദ്യാർത്ഥികളാണ് 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു പതാക ഉയർത്തി. ചടങ്ങുകൾക്ക് മുന്നോടിയായി വർണ്ണശബളമായ വിളംബര ജാഥയുമുണ്ടായി. NK അക്ബർ MLA കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, RP ബഷീർ, സുഹറ ബക്കർ, അസീസ് മന്ദലാങ്കുന്ന്, ജോഷി ജോർജ്, TM ലത, ഷെബീർ കലയിൽ, TT സുമ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കലാമേള സമഗ്രമായി CCTV തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കലോത്സവ നഗരിയിൽ CCTV സ്റ്റുഡിയോ സജ്ജം. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബൈജു മാസ്റ്റർ നാടൻ മുറിച്ച് കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ പ്രധാന അധ്യാപകൻ ജോഷി ജോർജ് മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, പ്രോഗ്രാം, ന്യൂസ്, ലൈവ്, ബ്രോഡ്ബാൻഡ് വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്ന ഡയറക്ടർമാരായ KC ജോസ്, VK പ്രമോദ്, NV അബ്ദുസമദ്, CCTV മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കലാമേള പൂർണ്ണ ദൃശ്യചാരുതയോടെ കാഴ്ചക്കാരിലെത്തിക്കുന്ന CCTVയുടെ ഉദ്യമം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണർന്നിരിക്കുകയാണ്. 4 ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം പുരോഗമിക്കുന്നത്. ഇനിയുള്ള 3 ദിവസങ്ങളിലും കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി CCTV തത്സമയ സ്റ്റുഡിയോ ഇവിടെ സജ്ജമാണ്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ബൈജു സാറാണ്. സാർ നാട് മുറിച്ചുകൊണ്ട് നമുക്ക് ഇനോഗ്രേഷൻ ചെയ്യാം. പരിപാടി നടക്കുന്നതിന് ഒരു 15-20 ദിവസം മുന്നേ തന്നെ ഇതിന് മുന്നൊരുക്കങ്ങൾ നടത്തും. KSTക്കാണ് ഈ പ്രോഗ്രാം നടത്തേണ്ട ചാർജ്. ഏകദേശം 160ഓളം സ്കൂളുകളിൽ നിന്ന് വരുന്ന 8000 കുട്ടികളാണ് ഈ മേളയിലെ മാറ്റിവെക്കുന്നത് എന്ന്. മീഡിയാസാണ് ഇതിന്റെ ശക്തി. ആസ്വാദകരൊക്കെ വരണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കലോത്സവം നടക്കണമെങ്കിൽ മീഡിയാസിന്റെ പങ്ക് ചെറുതല്ല. അപ്പൊ നിങ്ങളാണ് നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് കൂടുതൽ ആസ്വാദകരനെ ഇവിടേക്ക് കൊണ്ടുവരണം. അത് നിങ്ങളുടെ മീഡിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണം എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് ഈ ഒരു കലയുടെ മാമാങ്കം ഇന്നിവിടെ നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ചാവക്കാട് ഉപജില്ലാ കലോത്സവവും അതുപോലെ തന്നെ കുന്നംകുളം ഉപജില്ലാ കലോത്സവം എരുമപ്പെട്ടിയിൽ വെച്ചിട്ട് അതും ലൈവായിട്ട് തന്നെ ഇതേപോലെ തന്നെ 3 ദിവസം നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗഹാർദ്ദത്തിന്റെയും അതുപോലെ കുട്ടികൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും ഒരു മാമാങ്കമായി തീരട്ടെ.
ഇതിന്ന് രക്ഷിതാക്കളുടേതായിട്ടുള്ള ഒരു മാമാങ്കമായിട്ട് ഇത് മാറാതിരിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടിയും ഈ ഒരു കലോത്സവം അനുഭവവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉന്നതിയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു കലോത്സവമായിട്ട് ഇത് മാറട്ടെ. എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ലൈവായി കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സസൂക്ഷ്മം വീക്ഷിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിനും തുടർന്നും ഇനി വരുന്ന എല്ലാ കലോത്സവങ്ങളും നമ്മൾ ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരും അതിന് സഹകരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ CCTVയുടെ തത്സമയ സംപ്രേഷണം ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ 10-20 വർഷമായി തുടർച്ചയായി എല്ലാ വർഷവും ചാവക്കാട് ഉപജില്ല, കുന്നോളം ഉപജില്ല, ജില്ലാ കലോത്സവങ്ങൾ എന്നീ തുടങ്ങി നിരവധിയായ പരിപാടികൾ സ്ഥിരമായി ലൈവ് ടെലികാസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് ഞങ്ങളുടേത്. 1,00,000-ൽ പരം വീടുകളിൽ ഇത് എത്തിച്ചേരും. കൂടാതെ ഞങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും മറ്റു മീഡിയകളിലും ഒക്കെ വളരെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ലൈവ് ടെലികാസ്റ്റും എത്തും. എല്ലാ വേദികളിലും മത്സരാർത്ഥികളിൽ വിജയികളായിട്ടുള്ളവർക്ക് ഈ വേദിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരവും കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. CCTVയുടെ പേരിൽ വളരെ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത് മോഹിനിമാരുടെ കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു. വേദനയെ പരിഗണിക്കാതെ നിറഞ്ഞാടി ഒന്നാമതെത്തിയ വൈഗ മോഹിനിയാട്ട മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രമായി. കസവുകരയുള്ള ചേല മനോഹരമായി ഞൊറിഞ്ഞെടുത്ത് നെറ്റിയിൽ ചുട്ടിയും കാതുകളിൽ തോടയും കൊടക്കടുക്കനും കഴുത്തിൽ നാഗപടത്താലിയും തുടങ്ങി ആഭരണങ്ങളണിഞ്ഞ് അരങ്ങിൽ നിറഞ്ഞാടിയ കുട്ടികളുടെ പ്രകടനം കാണികളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയതെങ്കിലും അത് മത്സരാവേശത്തിനെ ഒട്ടും ബാധിച്ചില്ല. 6ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഹൈസ്കൂൾ വിഭാഗം മത്സരം കാഴ്ച വസന്തമൊരുക്കി. കുട്ടികൾ ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ബ്രഹ്മകുളം സെന്റ് തെരേസാസ് DSSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഗ സുഭാഷ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. മത്സരത്തിന് മുമ്പ് ഇടതുകൈക്കേറ്റ പരിക്കുകളൊന്നും വൈഗയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചില്ല. മോഹിനിയാട്ടത്തിന് ശേഷം കേരള നടനത്തിലും നാടോടി നൃത്തത്തിലും വൈഗ മത്സരിക്കുന്നുണ്ട്. വേദനയ്ക്കിടയിലും 1ാം സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വൈഗ. ആവേശമായി ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ബാൻഡ് മേള മത്സരം. താളബോധം, അച്ചടക്കം, ഏകാഗ്രത, കായികക്ഷമത എന്നിവ സമന്വയിച്ച 20 മിനിറ്റിൽ 20 പേർ ചേർന്നൊരുക്കിയ ദൃശ്യതാള വിസ്മയമായി മാറി ബാൻഡ് മത്സരം. സിദി സാഹിബ് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ടിൽ നടന്ന മത്സരം കാണികളെയും ആവേശത്തിലാക്കി. മത്സരം കാണാൻ കാണികളുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. മമ്മിയൂർ LFCGHS, ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂൾ, ബ്രഹ്മകുളം സെന്റ് തെരേസാസ് സ്കൂൾ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ബാൻഡുമേളത്തിൽ മാറ്റുരച്ചത്. ആഞ്ഞു ചവിട്ടുന്ന ചുവടുകൾക്കൊപ്പിച്ച് ഡ്രം ബീറ്റും ബ്യൂഗിളും ശബ്ദിച്ചപ്പോൾ കാണികളും വലിയ ആവേശത്തിലായി. മത്സരത്തിൽ മമ്മിയൂർ LFCGHS സ്കൂൾ ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കലോത്സവ നഗരിയിൽ താരപരിവേഷത്തോടെ വൈറൽ താരം മീന.
സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായ ഹോംഗാർഡാണ് ഇവർ. ട്രാക്ക് മാറിവരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുകളെ പിടിച്ചു നിർത്തി തിരിച്ചുവിടുന്ന ഹോംഗാർഡിന്റെ വീഡിയോയിലൂടെയാണ് മീന സുപരിചിതയായത്. തിരക്കേറിയ തൃശൂർ കുന്നംകുളം പെരുമ്പിലാവ് റോഡുകളിലെല്ലാം യാത്രക്കാർ ഗതാഗത കുരുക്കിൽപ്പെടുമ്പോൾ കിലോമീറ്ററോളം നടന്നും ഓടിയും സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ കൂടിയായ മീനയ്ക്ക് ആരാധകർ ഏറെയാണ്. മഴയും വെയിലുമെല്ലാം അവഗണിച്ച് താൻ ഏറ്റെടുത്ത ജോലി കൃത്യമായി നിറവേറ്റുന്ന ഇവർക്ക് നാട്ടുകാരുടെ നല്ല പിന്തുണയും ലഭിക്കുന്നുണ്ട്. ട്രാഫിക് ബ്ലോക്കുകൾക്കിടയിൽ ആംബുലൻസ് കൂടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകാറുള്ളതെന്ന് ഇവർ പറയുന്നു. വാഹനത്തിനുള്ളിൽ പിടയുന്ന ജീവൻ അണയാതെ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തിക്കാൻ തന്നാൽ സാധ്യമാകുന്നതെല്ലാം ചെയ്ത് വാഹനത്തിന് ഇവർ വഴിയൊരുക്കി നൽകാറുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾക്കിടയിലൂടെ ഇവർ ഓടി വഴിയുണ്ടാക്കി കൊടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം റീൽസായും ഷോർട്സായും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചു വരുന്നവരോട് ഒരു ദാക്ഷിണ്യവും ഇവർ കാണിക്കാറില്ല. കലോത്സവ നഗരിയിലെത്തിയ മീന സജീവമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉദ്യോഗസ്ഥരും തുടങ്ങി ആയിരക്കണക്കിന് പേർ എത്തിച്ചേരുന്ന കലോത്സവ നഗരിയിലെ ട്രാഫിക് സുരക്ഷ വളയിട്ട ഈ കൈകളിൽ സുഭദ്രമാണ്. എനിക്ക് തോന്നുന്നു ഇത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? ആസ്വദിച്ചിട്ട് തന്നെ ചെയ്യണേ. നമ്മുടെ ഒരു ജോലിയായിട്ടല്ല, നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളത് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കും. ഇത് ഞങ്ങളുടെ CI സാറുണ്ട്, ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിലത്തെ അജയ് സാറ്. ആളുടെ ട്രെയിനിങ് തന്നെയത് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരിക്കാനേ സമ്മതിക്കില്ല. ആള് വന്ന് നോക്കും. ജോലിയുടെ ഇടയിൽ വേറെ ഒന്നിലേക്ക് നമ്മുടെ മനസ്സ് തിരിയാനേ സമ്മതിക്കില്ല. ജോലി മാത്രം നമ്മുടെ മനസ്സിൽ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് സാന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മളെ നിർത്തിയിട്ടുള്ളത്. നമ്മൾ അതേപോലെ ചെയ്യും. ഞാൻ മുതുവരെ നിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വലിയ വണ്ടി വരുമായിരുന്നു. അപ്പൊ അവരവിടെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ റീൽസിൽ പാത്ത മേഡം നിങ്ങൾ താനാ അവൻ ആമാന്ന് പറഞ്ഞു. ആമാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു നിങ്ങൾ നല്ല ഇരിക്കണമാ അതായത് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ബ്ലസ്സിംഗ് ഒക്കെ തന്നിട്ട് പോയത്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. ഈ നാട്ടിലല്ല അപ്പുറത്തെ അടുത്ത നാട്ടിൽ നിന്ന് വരുന്നവരെയും നമ്മൾ അറിയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ റീൽസ് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരിങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ആംബുലൻസ്, ഫയർഫോഴ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് കലോത്സവ നഗരിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജം. ഇവിടെ എത്തുന്നതിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഉടനടി ചികിത്സ ലഭ്യമാക്കാനായി ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ആരോഗ്യ സംഘം സദാസമയം ജാഗരൂകരാണ്. ചില മത്സരാർത്ഥികൾക്ക് ക്ഷീണവും തലചുറ്റലും ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി. ആവശ്യമുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. 6 ആംബുലൻസുകളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തുണ്ട്. നിസ്വാർത്ഥ സേവനവുമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും സജീവമാണ്. മറ്റു വാർത്തകളിലേക്ക്. പഴഞ്ഞി മൂലേപ്പാട് പള്ളി പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായമരക്കാർ വീട്ടിൽ 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ഷബീറിന്റെ സഹോദരന്റെ 12 വയസ്സുള്ള മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇയാളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനയുടെ തോട്ടികൊണ്ടുള്ള ആക്രമണത്തിൽ തലയ്ക്കാറ്റ മുറിവിൽ 5ഓളം തുന്നലുകളുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്ക്. ഗുഡ്സ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണ തൊഴിലാളിയായ ഇതര സംസ്ഥാന തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ നവംബർ 1, 2 തീയതികളിലായി ആഘോഷിച്ച സെന്റ് ഗ്രിഗോറിയോസ് പള്ളി പെരുന്നാളിന്റെ ഭാഗമായി ഉയർത്തിയ പന്തലാണ് ബുധനാഴ്ച പൊളിച്ചു മാറ്റുന്നതിനിടെ അപകടം സംഭവിച്ചത്. ഈ സമയം റോഡിലൂടെ പോകുകയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലേക്കാണ് പന്തൽ തകർന്നു വീണത്. വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചിറക്കൽ സ്വദേശി ലിനീഷ് ഓടിച്ചിരുന്ന മിനി ഗുഡ്സ് ലോറിയാണ് തകർന്നത്. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റി സ്ഥാപിച്ച വൈദ്യുതി ദീപാലങ്കാര പന്തലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തകർന്നു വീണത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരത്തങ്കോട് സെന്ററിൽ ഒരുക്കിയിരുന്ന പന്തലാണ് റോഡിലേക്ക് തകർന്നു വീണത്. പരിക്കേറ്റ തൊഴിലാളിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.
തുടർച്ചയായി ലഹരി വിപണന കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പിറ്റൻ DPS ചുമത്തി അകലാട് സ്വദേശിയെ ജയിലിലടച്ചു. അകലാട് മുനൈനി കോട്ടിലിൽ വീട്ടിൽ ഷർഫുദ്ദീൻ എന്ന അഷ്റഫിനെയാണ് തൃശൂർ സിറ്റി പോലീസ് പിറ്റ് NDPS നിയമപ്രകാരം ജയിലിലടച്ചത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന KC ബൈജു തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ ഉത്തരവിട്ടത്. എടപ്പാളിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ മണ്ണുത്തി ഇൻസ്പെക്ടർ KJ ജിനേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോജു, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ രാകേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജീവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിഗേഷ്, റിജിൻ ദാസ്, ശരത് എന്നിവരുമുണ്ടായിരുന്നു. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയുടെ സമീപനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഫാസിൽ രക്തസാക്ഷി വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. EK നായനാർ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ 45 രൂപയിൽ ആരംഭിച്ച ക്ഷേമ പെൻഷൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പാവപ്പെട്ടവരെ ചേർത്തു നിർത്തുന്ന ഇടതു പ്രസ്ഥാനങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാ ക്ഷേമ പെൻഷനുകളും നിർത്തലാക്കും. യഥാർത്ഥ ജനപക്ഷ വികസനം നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിനു മാത്രമേ കഴിയൂവെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. അതുവരെ ഭൂമിയിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. മരിച്ച ആവടി മണ്ണിന് അവകാശമില്ല. കമ്മ്യൂണിസ്റ്റുകാർ വന്നു, EMS വന്നു, നിയമം കൊണ്ടുപോകും, ഉപയോഗിക്കാൻ പാടില്ല. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആദ്യത്തെ തുടക്കം. ചൊവ്വല്ലൂർപ്പടിയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണത്തിൽ തൈക്കാട് ലോക്കൽ സെക്രട്ടറി CJ ബേബി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, AK ഹുസൈൻ, ഗീതാ ഭരതൻ, പാലുവായ് ലോക്കൽ സെക്രട്ടറി MA ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. റെഡ് വളണ്ടിയർ പരേഡിനും 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനത്തിനും ശേഷമായിരുന്നു പൊതുസമ്മേളനം നടന്നത്. CPIM ബ്രഹ്മകുളം ഈസ്റ്റ് ബ്രാഞ്ച് അംഗവും SFI മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും DYFI തൈക്കാട് മേഖലാ കമ്മിറ്റി അംഗവുമായിരിക്കെ RSSുകാർ കൊലപ്പെടുത്തിയ ഫാസിലിന്റെ 12ാമത് രക്തസാക്ഷി വാർഷിക അനുസ്മരണമാണ് തൈക്കാട് പാലുവായ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ സംസ്ഥാന ഹോക്കി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട TS മഹീന്ദ്രനെ കാട്ടകമ്പാൽ കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാരം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ സമ്മാനിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി ത്രിവർണ്ണ ഷാൾ അണിയിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് ഭാരവാഹികളായ ശശിധരൻ കണ്ടമ്പുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സ്മിത ഷാജി, ധന്യ മണികണ്ഠൻ, സുബ്രു ഐനൂർ, KK ഇക്ബാൽ, CC സക്കറിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടകമ്പാൽ പനങ്ങാവിൽ സത്യൻ ധന്യ ദമ്പതികളുടെ മകനാണ്. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മഹീന്ദ്രൻ. ജില്ലയിൽ നിന്ന് സബ് ജൂനിയർ വിഭാഗത്തിൽ സംസ്ഥാന ഹോക്കി ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ 2 പേരിൽ ഒരാളാണ് മഹി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ ചൂണ്ടൽ കുന്നിൽ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്കിന്റെയും സാമൂഹിക പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്കും സാമൂഹിക പഠന കേന്ദ്രവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, PS സന്ദീപ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MP മാറ്റ്ലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ MK ആന്റണി, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ MB പ്രവീൺ, M പീതാംബരൻ, വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചെമ്മണ്ണൂർ സ്വദേശിനിയായ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ് ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗമായി ചുമതലയേറ്റു. കുന്നംകുളം പോക്സോ കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയിയുടെ ഭാര്യയും മണലൂർ കണ്ടേങ്ങത്ത് വത്സകുമാർ രതി ദമ്പതികളുടെ മകളുമാണ്. തൃശൂർ, ചാവക്കാട്, കുന്നംകുളം കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. ഏകമകൾ അരുണിമ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ്. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ അമല ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ PTA എക്സിക്യൂട്ടീവ് അംഗം ദിനേശ് മേനോത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക K ഐജീഷ,
തൃശൂർ അമല ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ NSS ലീഡർ CS അഭിനവ് ആദ്യ രക്തദാനം നടത്തി. PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര, PTA എക്സിക്യൂട്ടീവ് അംഗം ദിനേശ്, പ്രോഗ്രാം ഓഫീസർ ജിനി തുടങ്ങിയ അധ്യാപകരും വിദ്യാർത്ഥികളടക്കം 40ഓളം പേർ ക്യാമ്പിൽ രക്തദാനം നടത്തി. അമല ബ്ലഡ് സെന്റർ കൗൺസിലർ വരുൺ ജോർജ്, അധ്യാപകരായ ദീപ, മിഥു, മെജോ, NSS വോളണ്ടിയേഴ്സ് എന്നിവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ജിനി സി ഗീവർ നന്ദിയും പറഞ്ഞു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗേൻസ് സുറിയാനി പള്ളി പെരുന്നാളിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരം വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി സ്വിച്ച് ഓൺ ചെയ്തു. ഇന്ന് വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരത്തിന് സിറിൽ മോർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്ത്, നേർച്ച വിതരണം എന്നിവ നടക്കും. രാത്രി വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. നാളെ രാവിലെ 8-ന് പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ കുർബാനയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മോർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പകൽ പെരുന്നാൾ വൈകിട്ട് 5-ന് സമാപിക്കും. തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബ, ആശീർവാദം, ശ്ലൈഹിക വാഴ്വും പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി MV രാജു, ട്രഷറർ C ബോബൻ പോൾ എന്നിവർ നേതൃത്വം നൽകും. 5-ാം തീയതി വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരവും തുടർന്ന് അങ്ങാടി ചുറ്റുള്ളതായ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. പിന്നെ ദേശക്കാരുടെ വാദ്യഘോഷങ്ങളുള്ളതായ ഘോഷയാത്രകളും ഉണ്ടായിരിക്കും. 6-ാം തീയതി രാവിലെ 8 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8:30 അഭിവന്യസരിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും വൈകിട്ട് 5 മണിക്ക് പ്രദക്ഷിണവും. സംസ്ഥാനത്ത് അതിദരിദ്രരില്ലെന്ന സർക്കാർ പ്രഖ്യാപനം പ്രഹസനവും വസ്തുതകൾ മറച്ചുവെച്ചുള്ള കള്ളവുമാണെന്ന് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. 21-ാം വാർഡ് കോട്ടോൾ ചുള്ളിയിൽ കുട്ടിമാളുവിന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റി നേതാക്കൾ. പഞ്ചായത്ത് തയ്യാറാക്കിയ അതിദരിദ്ര പട്ടിക തട്ടിപ്പാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതിദരിദ്രരായ പലരും പട്ടികയിലില്ല. ഉള്ളവരാകട്ടെ ഇപ്പോഴും അതിദരിദ്രരായി തന്നെയാണ് കഴിയുന്നത്. മേൽക്കൂര പോയ ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് വിധവയും നിരാശ്രയയുമായ കുട്ടിമാളു ഇപ്പോഴും ജീവിക്കുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതിൽ ഒന്നു മാത്രമാണ് കുട്ടിമാളു. ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ് കേരള ജനതയെ വഞ്ചിക്കുന്ന നിലപാടെടുത്തതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത ഒരു കേരളം കെട്ടിപ്പടുത്തു കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി പച്ച നുണ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു കൂടിയാണ് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ഈ വീടിൻ്റെയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ശോച്യാവസ്ഥയുടെ പേരിൽ കുട്ടിമാളുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വീഴാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ. വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ജനാധിപത്യ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാവ് NK അലി പറഞ്ഞു. കുട്ടിമാളുവിന്റെ കണ്ണിൽ നിന്ന് ഇനി ഒരു തുള്ളി കണ്ണുനീര് പൊടിയാൻ അനുവദിക്കില്ലെന്നും ഇവരുടെ വീട് പുനർനിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണെന്നും NK അലി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PK ദേവദാസ്, നേതാക്കളായ K വിശ്വംഭരൻ, ശിവരാമൻ, MM മഹേഷ്, MH ഹക്കീം, ജമാൽ കോട്ടോൽ തുടങ്ങിയവരും അലിക്കൊപ്പമുണ്ടായിരുന്നു. ശബരിമല നിയുക്ത മാളികപ്പുറം മേൽശാന്തി മുട്ടത്ത് മഠം MG മനു നമ്പൂതിരിക്ക് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ശബരിമല മേൽശാന്തി ഏഴന്നൂർ മന പ്രസാദ് നമ്പൂതിരി ഓൺലൈനായി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോഹൻദാസ് ചേലനാട്ട് ഹാരമണിയിച്ച് മേൽശാന്തിയെ സ്വീകരിച്ചു. തുടർന്ന് മേൽശാന്തിയെയും കീഴടം രാമൻ നമ്പൂതിരിയെയും പൊന്നാട ചാർത്തി ആദരിച്ചു. മുഴുവൻ സമയ ക്ഷേത്ര പ്രവർത്തകനായ EV ശശിയെ ഷാളണിയിച്ച് മേൽശാന്തി ആദരിച്ചു. പ്രസിഡന്റ് MP സുധീർ, V പ്രേംകുമാർ, MT ബാബു, CK ബാലകൃഷ്ണൻ, PC വേലായുധൻ, സീന സുമേഷ്, പ്രീത ശിവദാസ്, MS ഷിജു, MT ഗിരീഷ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ CDS 1 ADS 22 മാണിക്യത്തുപടിയുടെ വാർഷികാഘോഷം
പുലിമാന്തിപ്പറമ്പ് EK നായനാർ സ്മാരക ഹാളിൽ നടന്നു. വാർഡ് കൗൺസിലർ PV മധുസൂദനന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CDS 1 ചെയർപേഴ്സൺ അമ്പിളി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്ധവിദ്യാർത്ഥിനിയായ ബിനു കൃഷ്ണയുടെ ഓടക്കുഴൽ സംഗീതവും കവിതാലാപനവും പരിപാടിയിൽ ശ്രദ്ധേയമായി. SSLC +2 ഫുൾ ജേതാക്കളെയും മികച്ച കലാപ്രതിഭകളെയും ആദരിച്ചു. അയൽക്കൂട്ടം അംഗത്തിന്റെ മകൾക്ക് വിവാഹ ധനസഹായം നൽകി. ADS ചെയർപേഴ്സൺ സിന്ധു ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ADS അംഗം സുജ അരവിന്ദൻ നന്ദിയും പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ 4.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് പള്ളിമേപ്പുറം തിപ്പലശ്ശേരി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട്, ജോളി തോമസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PS പ്രസാദ്, ജനു വെള്ളർക്കാട്, സത്താർ നീണ്ടൂർ, ഹംസ ഹാജി എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TP നൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. റോഡിൽ ആവശ്യത്തിന് 850 മീറ്ററോളം കാന നിർമ്മിക്കുന്നുണ്ട്. അതിനു പുറമെ ഐറിഷ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് താഴേക്ക് പോകുന്ന രീതിയിലുള്ള ആ കാനയും വേറെയുണ്ട്. സൈൻ ബോർഡ് ഉണ്ടാവും, ക്രോസ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. നമ്മളെ റോഡിൽ മിനുങ്ങുന്ന ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ആ സൈസ് റോഡായിട്ട് ഇത് മാറും. ഇത് നമുക്ക് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടു കൂടി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നിബന്ധനകൾ കുറച്ച് നമ്മളെ ബാധിക്കും എന്നുള്ളത് 1-1.5 മാസത്തേക്ക് തടസ്സമുണ്ടാക്കിയാലും വേനൽക്കാലത്ത് നമുക്ക് പണി മിക്കവാറും തീർക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. CPMന്റെ നേതൃത്വത്തിലുള്ള പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി. ചമ്മന്നൂരിൽ നിന്നും ആരംഭിച്ച യാത്ര DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PP ബാബുവിന് പതാക കൈമാറി. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, P ഗോപാലൻ, സലീൽ അറക്കൽ, അഷ്കർ അറക്കൽ, TK ഹസൻ, നാസർ ചമ്മന്നൂർ, മുഹമ്മദ് റഹീസ്, ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ റാഫി മാലിക്കുളം, അബു താഹിർ ഉൾപ്പെടെ ബ്ലോക്ക് മണ്ഡല നേതാക്കൾ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് അണ്ടത്തോട് സെന്ററിൽ സമാപനമാകും. നമ്മുടെ നാടിനെ ലോകപ്രശസ്തരാക്കിയ അതിപ്രശസ്തരായ ഈ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഈ നാട്ടുകാരാണ് എന്ന് വരും തലമുറക്ക് ഓർമ്മിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് സാംസ്കാരിക നായകന്മാരാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പറയും, മാധവിക്കുട്ടിക്ക് വേണ്ടി നീർമാതളം നിൽക്കുന്ന സ്ഥലത്തൊരു സ്മാരകമില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതിനുള്ള 30 സെന്റ് സ്ഥലത്തിൽ കോൺഗ്രസ്സുകാരനായ ശ്രീ ഗോപാലന്റെ മരുമകൻ തന്നെ നൽകിയ 13 സെന്റ് സ്ഥലം, കൂടാതെ മാധവിക്കുട്ടി നൽകിയ തറവാട്ടിൽ നിന്ന് നൽകിയ 17 സെന്റ് സ്ഥലം അടക്കമുള്ള 30 സെന്റ് സ്ഥലമാണ് ഈ പഞ്ചായത്തിനും ഭരണസമിതിക്കും അതിൽ യാതൊരു പങ്കുമില്ല. മാധവിക്കുട്ടി മരിക്കുമ്പോ രാജ്യം ഭരിക്കുന്നവർ അതിനുവേണ്ടി എന്ത് ചെയ്തു? അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ് അത് നൽകിയത്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ പിണറായി വിജയനോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കോ ആർക്കും തന്നെ ഒന്നും അവകാശപ്പെടാൻ ഇല്ല. നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ 2.5 കോടി രൂപ ചെലവഴിച്ച് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന എരുമപ്പെട്ടി പഴവൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, വാർഡ് മെമ്പർ ആരിഫ സാബിർ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് പഞ്ചായത്ത് റോഡാണ്. ആ പഞ്ചായത്ത് റോഡാണ് BMBC നിലവാരത്തിൽ ചെയ്യുന്നത്. അത് BMBC നിലവാരത്തിൽ ചെയ്യാൻ വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗം നല്ല താല്പര്യം കാണിച്ചു. കാരണം സാധാരണ BMBC റോഡുകളൊക്കെ ചെയ്യുന്ന PWD റോഡ്സോ അതുപോലുള്ള ഏജൻസികളാണ്. ഇവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയാണ്. അവർ സമയബന്ധിതമായി ഇതിൻ്റെ എല്ലാ DPRും തയ്യാറാക്കി അനുമതി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേനൽക്കാലത്ത് തന്നെ നമുക്ക് പണി പൂർത്തീകരിച്ച് നാട്ടിന് തുറന്നു കൊടുക്കാനാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് ആഭിമുഖ്യത്തിൽ വയോശ്രീ യോജന സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. ലിവ ടവറിൽ ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ.എസ്. രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി ദിവ്യാക്ഷ കേന്ദ്രം കോഴിക്കോട് അലിംകോ പ്രതിനിധി അജിത് കുമാർ, ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, പി.ജെ. ജെബിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 100 വയോജനങ്ങൾക്ക് വിവിധ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് കടവല്ലൂർ പഞ്ചായത്ത് വടക്കുമുറി വാർഡ് സമ്മേളനം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി കടവല്ലൂർ ഇന്ദിരാജി സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച റാലി വടക്കുമുറി സെന്ററിൽ സമാപിച്ചു. മുസ്ലിം ലീഗ് വാർഡ് ഉപദേശക സമിതി ചെയർമാൻ എ സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഇ.പി. കമറുദ്ദീൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കല്ലാട്ടയിൽ മുഖ്യാതിഥിയായി. പാലക്കാട് ജില്ലാ പ്രവർത്തക സമിതി അംഗം സുബൈർ കോഴിക്കര മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ, MSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫീഖ് ആസിം, യൂത്ത് ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MM നാസർ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബു മുസ്ലിയാർ, ജോയിന്റ് സെക്രട്ടറി ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് ജോയിന്റ് സെക്രട്ടറി PM സുഹൈൽ സ്വാഗതവും KMCC അൽ ഹസ കമ്മിറ്റി സെക്രട്ടറി MM ജമാൽ നന്ദിയും പറഞ്ഞു. അന്ധകാരത്തിൽ അടിപതറാത്ത ആലാപന മികവുമായി ബിനു കൃഷ്ണ തന്റെ പ്രതിഭയുടെ വെളിച്ചത്തിൽ ചുറ്റുമുള്ള ലോകത്തെ പ്രകാശപൂരിതമാക്കുകയാണ് ഈ കൊച്ചു കലാകാരൻ. ഗുരുവായൂർ കർണങ്കോട്ട് ബസാർ സ്വദേശിനി നിമ്മയുടെയും ജയനാരായണന്റെയും മൂത്തമകനായ ബിനു കൃഷ്ണയ്ക്ക് ജനനം മുതലേ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ ആലാപന മികവുകൊണ്ട് പൊതുവേദികളിൽ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ബിനു. ആലുവയിലുള്ള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന വിദ്യാലയത്തിലാണ് പഠനം. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് കലാരംഗത്ത് ബിനു കൃഷ്ണനെ മുന്നോട്ട് നയിക്കുന്നത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിൽ കഥ, കവിത, ലളിതഗാനം, കഥാപ്രസംഗം, പുല്ലാങ്കുഴൽ എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. തന്റെ പരിമിതികളെ ചിറകുകളാക്കി ഉയരാൻ ശ്രമിക്കുന്ന ഈ കുഞ്ഞു കലാകാരനെ നാട്ടുകാരും ചേർത്തുപിടിക്കുന്നു. മാണിക്യത്തുപടി അയൽക്കൂട്ടം സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ബിനു കൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചിരുന്നു. ഇനിയും ഉയരങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. ഈ പ്രോഗ്രാമിന് എനിക്ക് കയറി ആദരവ് ലഭിക്കാൻ കാരണമായ ആനന്ദനും അമ്പലത്തിനും താങ്ക്സ്. വരവൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് നെടുമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. 4.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 25 കുടുംബങ്ങളുടെ വീട്ടിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിമല പ്രഹ്ലാദൻ, PK യശോദ, അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ്, കുടിവെള്ള സമിതി പ്രസിഡന്റ് UP സുരേഷ് കുമാർ, സെക്രട്ടറി ഫൗസിയ പൂക്കോയ എന്നിവർ സംസാരിച്ചു. ചുഴലിക്കാറ്റുണ്ടായില്ല, മോന്തെന്ന അതിന്റെ പേര്. അത് തായ്ലാൻഡിലെ ഒരു പൂവിന്റെ പേരാണത്. ശക്തമായ മണമുള്ള ഒരു പൂവാണ്. അതാണ് ഇങ്ങനെ മോന്താന്ന് പേര് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ മഴ പോയ ശേഷം ഇപ്പൊ വീണ്ടും പുതിയൊരു രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ വാർത്ത. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്, പക്ഷെ ഒരു തുള്ളി നമുക്കിത് ഭൂമിക്കകത്ത് ഇറങ്ങുന്നില്ല, വേഗം പോവുക. അപ്പോൾ വെള്ളം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്ക് കണക്കിനൊക്കെ 16% മഴ കുറവാണ്. അതുകൊണ്ട് ജാഗ്രത സൂചനയാണ് തന്നത്. വെള്ളം അളവിന് മാത്രം ഉപയോഗിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ ഗുരുവായൂർ ദേവസ്വം കീഴടമായ കാവീട് കാർത്തികേയൻ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകൾക്ക് തുടക്കമായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ആഗസ്റ്റിൽ നടത്തിയ അഷ്ടമംഗല ദേവ പ്രശ്നത്തിൽ കണ്ടെത്തിയ പരിഹാര നിർദ്ദേശ ക്രിയകൾക്കാണ് പുരോഗമിക്കുന്നത്. ആദ്യ ദിവസത്തെ പരിഹാര ക്രിയകൾക്ക് ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C. മനോജ് എന്നിവർ നേതൃത്വം നൽകി.
മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗം മോണോ ആക്ടിൽ മുല്ലശ്ശേരി വിവേകാനന്ദ MM സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ടമി 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2024 ജൂലൈ 15-ന് തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിൽ വീണുമരിച്ച ശുചീകരണ തൊഴിലാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയായിരുന്നു ഏകാംഗ അഭിനയം. മാലിന്യം ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പ്രമേയം. 7 കുട്ടികളാണ് പങ്കെടുത്തത്. കഥാകഥനത്തിൽ A ഗ്രേഡും സ്വന്തമാക്കിയ അഷ്ടമി മറ്റം എളവള്ളി എലവത്തൂർ പുല്ലാനിപ്പറമ്പത്ത് പ്രശാന്ത് സൗമ്യ ദമ്പതികളുടെ മകളാണ്. അക്കിക്കാവ് സ്വദേശി അഭിനയാണ് പരിശീലകൻ. നമസ്കാരം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ വാക്കുകളാണിത്. 2024 ജൂലൈ 15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടാബിളിൽ ദുർഗന്ധം വമിച്ച് മരവിച്ച് കിടക്കുന്ന ജോയ് എന്ന പാവത്താന്റെ ശവശരീരം ഏകാഭിനയം കാക്ക പറഞ്ഞ കഥ. നിങ്ങൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന ഞാൻ ചോദിക്കുന്നു. ഗുരുവായൂർ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ സൗജന്യ നേത്ര പരിശോധനയ്ക്ക് തുടക്കമായി. നവംബർ 1 മുതൽ 30 വരെ ലഭ്യമാകുന്ന സൗജന്യ നേത്ര പരിശോധനയുടെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ വിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. ഡോക്ടർ അമ്പിളി, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധി, സെൻട്രൽ മാനേജർ ഫ്രൻസി ഷിജോ എന്നിവരും സന്നിഹിതരായിരുന്നു. കണ്ണിൽ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന ഗ്ലോക്കോമ രോഗനിർണയം, പ്രമേഹം മൂലം കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്കും തിമിര രോഗനിർണയത്തിനും സൗജന്യ പരിശോധന ലഭ്യമാണ്. കൂടാതെ കണ്ണട ഒഴിവാക്കുന്നതിനുള്ള അത്യാധുനിക ചികിത്സാരീതിയായ കോൺട്യൂറ ലാസിക് റാണി മേനോൻ മാക്സിവിഷൻ തൃശൂർ ബ്രാഞ്ചിൽ ലഭ്യമാണ്. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പ്രീ ഡയബറ്റിക് ഐ കെയർ തുടങ്ങിയ ചികിത്സാരീതികളും ലാസിക്, ഫാർമസി, ലബോറട്ടറി തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ക്യാഷ്ലെസ് ഇൻഷുറൻസ്, ESI, KASP, മെഡിസെപ്പ്, CGHS, റീഇംബേഴ്സ്മെന്റ് എന്നിവ സ്വീകരിക്കുന്നതാണ്. പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരണം പൂർത്തീകരിച്ച ഓഫീസ് ആൻഡ് സ്റ്റാഫ് റൂം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് HM ഓഫീസും സ്റ്റാഫ് റൂമും നവീകരണം പൂർത്തീകരിച്ചത്. AK സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് EK ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി MA ജയചന്ദ്രൻ, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി YA അനസ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും PTA SMC ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ SR ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പ്രധാന അധ്യാപിക KV ഫാത്തിമ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 156 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശത്ത് കലയുടെ തിരമേളമുയർന്നു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ CD സാഹിബ് സ്കൂളിൽ തുടക്കമായി. 100-ലധികം സ്കൂളുകളിൽ നിന്നായി കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് 6000-ഓളം പ്രതിഭകൾ. തത്സമയ കാഴ്ചകളും വിശേഷങ്ങളും ഒരുക്കി CCTVയുടെ കലോത്സവ സ്റ്റുഡിയോ. പഴഞ്ഞി മൂലേപ്പാട് പള്ളി പെരുന്നാളിനിടെ ആന പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായമരക്കാർ വീട്ടിൽ 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. സഹോദരന്റെ മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നായിരുന്നു സംഘട്ടനം. മരത്തങ്കോട് പള്ളി പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്ക്. ഗുഡ്സ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണത്തിനെത്തിയ അതിഥി തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയുടെ സമീപനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഫാസിൽ രക്തസാക്ഷി വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ജയരാജൻ ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.